എല്ലാവർക്കും ടെക്ലിമേഴ്സിലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഡ്മി നോട്ട് 14 പ്രോ പ്ലസിനെ കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് ചൈനയിൽ ഇറങ്ങിയത്. ഇതിൻ്റെ കൂടെ തന്നെ റെഡ്മി നോട്ട് 14 ഉണ്ട്, റെഡ്മി നോട്ട് 14 പ്രോ ഉണ്ട്, പിന്നെ റെഡ്മി നോട്ട് 14 പ്രോ പ്ലസ് ഉണ്ട്. സോ ഈ മൂന്ന് സ്മാർട്ട് ഫോണാണ് ഇറങ്ങിയത്. സോ നമുക്ക് റെഡ്മി നോട്ട് 14 പ്രോ പ്ലസിനെ കുറിച്ച് നോക്കാം. സോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്, പ്രത്യേകിച്ച് റെഡ്മിയുടെ നോട്ട് സീരീസ്. ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ IQ12 ഡിസൈനൊക്കെ തോന്നും പുറകിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ 8.7 മില്ലിമീറ്ററാണ് തിക്നെസ് വരുന്നത്, 210 ഗ്രാമാണ് വെയിറ്റ്. അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്, കാരണം ഗ്ലാസ് ബാക്ക് ഒക്കെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഗ്ലാസ് ബാക്ക് ഗ്ലോസി ഗ്ലാസ് ബാക്ക് ആണ്, അത് ഗൊറില്ല ഗ്ലാസ് 7i ആണ് വരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമാണ്, IP69 റേറ്റിംഗും വരുന്നുണ്ട്. സോ അടിപൊളി ഫോണാണ് ഡിസൈനിൻ്റെ കാര്യത്തിലും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും. നെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു കർവ്ഡ് 1.5K 12-bit 120 Hz സാമ്പിൾ പാനലാണ് വരുന്നത്. 3000 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 1920 Hz PWM ഡിമ്മിങ്ങും വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സ്പെക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ വേറെ ലെവലാണ്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ റെഡ്മി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ആമസോൺ പ്രൈമിലും നെറ്റ്ഫ്ലിക്സിലും ഡോൾബി വിഷനും HDR10+ സപ്പോർട്ട് എന്തായാലും കിട്ടുന്നതായിരിക്കും. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഓഡിയോയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്, ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ടും വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാം കാര്യങ്ങളൊന്നും വരുന്നില്ല, പക്ഷേ എന്നാലും മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിവിടെ വരുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 3 ആണ്, ന്യൂവർ ജനറേഷൻ പ്രോസറാണ്, ചിപ്സെറ്റാണ് വരുന്നത്. 4 nm പ്രോസറാണ്, ഇത് സ്പെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റാം ആൻഡ് സ്റ്റോറേജ് ഓപ്ഷനെ കുറിച്ചാണ്. കാരണം 12GB 256GB വേരിയന്റിന് LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ്. അതേസമയം 16GB 512GB വേരിയന്റിന് LPDDR5 റാമും UFS 3.1 സ്റ്റോറേജാണ് വരുന്നത്. സോ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്, നോക്കിയെടുക്കണം. പിന്നെ ഇന്ത്യയിൽ വരുമ്പോൾ ചേഞ്ചസ് വരുമെന്ന് അറിയില്ല, ചൈനയിൽ ഇങ്ങനെയാണ് ഇറങ്ങിയേക്കുന്നത്. സോ നമ്മളിനി ചിപ്സെറ്റിന്റെ പെർഫോമൻസ് വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ചിപ്സെറ്റ് തന്നെയാണ്. പെർഫോമൻസിന്റെ കാര്യത്തിലൊക്കെ 7 Gen 3 താഴെയാണ് വരുന്നത്. ആൻറ്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 7,51,378 CPU 2,74,972 GPU 1,91,808 ആണ് വരുന്നത്. നെക്സ്റ്റ് OSന്റെ നമ്മൾ നോക്കുവാണെങ്കിൽ HyperOS ആണ് വരുന്നത്. Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നുണ്ട്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. HyperOS അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു UI തന്നെയാണ്, അങ്ങനെ ആഡ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവ് തന്നെയാണ് വരുന്നത്. സോ നമ്മളിനി ക്യാമറ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിന്റെ വൺ ഓഫ് ദ മെയിൻ ഫീച്ചേഴ്സ് തന്നെയാണ്, കാരണം അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഷവമിയിൽ കൊടുത്തേക്കുന്നത്. സോ നമുക്ക് ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി നമുക്കൊരു 50 MP f1.6 ആപ്പച്ചർ വരുന്ന ഒമ്നി വിഷന്റെ ലൈറ്റ് 800 എന്ന് പറഞ്ഞൊരു സെൻസറാണ് വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സെയിം സെൻസർ തന്നെയാണ് ഷവമി 14 CVയിൽ ഇരിക്കുന്നത്, പ്രൈമറി സെൻസർ ആയിട്ടിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെൻസർ തന്നെയാണ്. 4K 30 FPS ആണ് വരുന്നത്. സെക്കൻഡറി നമുക്കൊരു 50 MP f2.0 2.5x ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്, അത് മാക്രോട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. 4K 30 FPS വരുന്നുണ്ട്. പിന്നെ 8 MP f2.2 അൾട്രാവൈഡ് വരുന്നുണ്ട്, 1080p 30 FPS. നമുക്ക് സെൽഫി ആയിട്ട് വരുന്നത് 20 MP f2.2 സെൽഫി ക്യാമറയാണ് വരുന്നത്. ഒമ്നി വിഷൻ OV20B ആണ് സെൻസർ വരുന്നത് ഫ്രണ്ട് ക്യാമറയുടെ, 1080p 60 FPS. സോ ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു അണ്ടർ 30K വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് റെഡ്മി നോട്ട് 14 പ്രോ പ്ലസിൽ വരുന്നത്. നമ്മളിനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ് റെഡ്മി വരുത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 6200 mAh ബാറ്ററിയാണ്. ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ സിലിക്കൺ കാർബൺ ആനോഡ് ബാറ്ററിയാണ് വരുന്നത്, ന്യൂവർ ടെക്നോളജിയിലുള്ള ബാറ്ററി തന്നെയാണിത്. 90 വാട്ട്സിന്റെ ചാർജർ നമുക്ക് ബോക്സിൽ കിട്ടും. സോ ഹയർ നമുക്ക് സ്ക്രീൻ ഓൺ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും, ബാറ്ററി ലൈഫും കാര്യങ്ങളൊക്കെ എന്തായാലും കിട്ടും. പിന്നെ ചാർജിങ് അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ് വരുന്നത്. കണക്ടിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 5G ആണ് വരുന്നത്, Wi-Fi 6, Bluetooth 5.4, IR ബ്ലാസ്റ്റർ എന്തായാലും വരുന്നുണ്ട്. NFC-യുടെ കാര്യത്തിൽ സംശയമുണ്ട്, കാരണം മാർക്കറ്റ് ഡിപ്പെൻഡന്റ് ആണ്. പിന്നെ USB Type-C 2.0 ആണ് വരുന്നത്. സോ കണക്ടിവിറ്റി അത്യാവശ്യം നല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിനി പ്രൈസിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ 3 വേരിയൻ്റ് ആണ് വരുന്നത്. ഇത് ചൈനയിലെ വേരിയൻസ് ആണ്. ഇന്ത്യയിൽ വരുമ്പോൾ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും. 12GB 256, 12GB 512, 16GB 512 ഇങ്ങനെയാണ് വരുന്നത്. എക്സ്പെക്റ്റഡ് പ്രൈസ് റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ 26,000 തൊട്ട് 30,000 ആണ്. ഇത് നമ്മളെ സെയിം റെഡ്മി നോട്ട് 13 പ്രോ പ്ലസ് ഇറങ്ങി ഇതേ പ്രൈസ് റേഞ്ച് തന്നെയാണ് വരാനുള്ള ചാൻസ് കൂടുതൽ. ഇതിൽ മേളിട്ട് പോയി ആരും പോയി എടുക്കരുത് ഈ സ്മാർട്ട് ഫോൺ. സോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ഫോണാണ്, കാരണം അത്യാവശ്യം നല്ല സ്പെക്കും കാര്യങ്ങളൊക്കെ അണ്ടർ 30K വെച്ച് നോക്കുമ്പോൾ വരുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്, നല്ല ഡിസ്പ്ലേ ആണ്, പിന്നെ നല്ല ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് സ്ട്രോങ് പോയിന്റ് അല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആണ്. ഇതിലൂടെ ബെറ്റർ ചിപ്സെറ്റ് കൊടുക്കായിരുന്നു. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 7 Gen 3 കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു. 7S Gen 3 അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള പ്രോസർ അല്ല. GPUവിൻ്റെ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ CPU അത്യാവശ്യം നല്ല തന്നെയാണ് വരുന്നത്. സോ നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെ താഴെ നിന്ന് കമന്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.